ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് അല്ലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബെൽറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബെൽറ്റ്, വി ബെൽറ്റ്. അപ്പൊ അതില് ആദ്യത്തെ ഫ്ലാറ്റ് ബെൽറ്റിനെ പറ്റി നോക്കാം. ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റ് ബെൽറ്റിന്റെ കേസിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഫ്ലാറ്റ് ബെൽറ്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ, ഫ്ലാറ്റ് ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ബെൽറ്റ് ആണ് ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഏതായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക? ഫ്ലാറ്റ് ബെൽറ്റ് ആയിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ബെൽറ്റ് ഡ്രൈവിന് ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ലെങ്തിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം ലെങ്തിലേക്ക് വരുന്ന കേസിലാണ് നമ്മൾ റോപ്പ് യൂസ് ചെയ്യുന്നത്, അടുത്ത ഡ്രൈവായിട്ടുള്ള റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് സാധാരണ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് നോട്ട് മോർ ദാൻ 8 meters ആണ്. അപ്പോൾ 8 മീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ അതിനകത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പവർ ട്രാൻസ്മിഷൻ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റിന്റെ കേസിൽ നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇനി ഇത് നോർമലി ലെതർ, ക്യാൻവാസ്, കോട്ടൺ ഇതുകൊണ്ടാണ് സാധാരണ ഈ ടൈപ്പ് ഓഫ് ബെൽറ്റുകൾ ഉണ്ടാക്കുന്നത്. ലെതർ, ക്യാൻവാസ്, കോട്ടൺ. ഇനി ഇതിന്റെ ബെൽറ്റിന്റെ രണ്ട് എൻഡുകൾ, ഇപ്പൊ നമ്മളൊരു ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇത് ജോയിൻ ചെയ്യുന്നത് എപ്പോഴും ബഡ് ജോയിന്റ് ആയിരിക്കും. ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വെൽഡിങ് അതുപോലെയൊക്കെയുള്ള കേസിൽ ഉള്ളതാണ് ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? അതായത് ഇതുപോലെ രണ്ടും തമ്മിൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെറിയ പീസസ് വെക്കും. അപ്പൊ മുകളിലും താഴെയും വെക്കുക. അപ്പോൾ ഇങ്ങനെ പീസസ് വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് എൻഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ബെൽറ്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ്? ഇതേപോലെ ബഡ് ജോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബട്ട് അല്ലെങ്കിൽ സ്ട്രാപ്പ് ജോയിന്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെൽറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഫ്ലാറ്റ് ബെൽറ്റിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റ് ബെൽറ്റിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇതാണ് ഫ്ലാറ്റ് ബെൽറ്റ്. ഫ്ലാറ്റ് ബെൽറ്റിന്റെ പുള്ളി ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിന്റെ പുള്ളി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ സർഫസും ഫ്ലാറ്റ് ആയിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു അതർ ബെൽറ്റ് ചീപ്പായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. ലൈഫ് കൂടുതലാണ്. ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. ഓപ്പറേഷൻ കുറച്ച് സ്മൂത്ത് ആണ്. പിന്നെന്താണ്? ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസിൽ വരെ നമുക്ക് ഇതിനെ എഫക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. അബ്സോർബ്സ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ. ഈ ബെൽറ്റ് വൈബ്രേഷനും അതായത് ഇമ്പാക്ട് ലോഡുകളൊക്കെ, അതായത് സഡനായിട്ട് വരുന്ന ഷോക്കുകളൊക്കെ ഇത്
അബ്സോർബ് ചെയ്യും, വൈബ്രേഷൻ ഒക്കെ അബ്സോർബ് ചെയ്യും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്ലിപ്പ് വളരെ കൂടുതലാണ്, സ്ലിപ്പ് ആകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി റേഷ്യോ കുറവായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ മോർ ചാൻസ് ഓഫ് സ്ട്രെച്ചിങ് ഓഫ് ബെൽറ്റ്. അപ്പൊ ഈ ബെൽറ്റ് സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ബെൽറ്റിന് എന്ത് സംഭവിക്കാം, ബെൽറ്റിന്റെ ലെങ്ത്, ബെൽറ്റ് ഇലോങ്ങേറ്റഡ് ആവാം. അപ്പോ അതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ബെൽറ്റിന്റെ കേസിൽ ഈ ഒരു ക്രീപ്പ് അല്ലെങ്കിൽ സ്ലിപ്പേജിനുമുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ ബെൽറ്റ് ഇലോങ്ങേഷനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊട്ടും കോമ്പാക്റ്റ് അല്ല, ഇത് വളരെ ലാർജ് സൈസിലുള്ള ഒരു ട്രാൻസ്മിഷൻ ഡ്രൈവ് ആണ്. അപ്പൊ ഇത്രയാണ് ഫ്ലാറ്റ് ബെൽറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് വി ബെൽറ്റ് ആണ്. വി ബെൽറ്റ്. അപ്പൊ വി ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വി ആണെന്ന്. ഒരിക്കലും അല്ല, ഇതൊരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷനിലുള്ള ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് വി ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വി ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റർ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെന്റർ ഡിസ്റ്റൻസ് കൂടുതലുള്ളത് നമുക്ക് വി ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ വി ബെൽറ്റിന്റെ കേസിൽ കുറച്ച് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ഇതിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്, ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഈ ബെൽറ്റിന്റെ ബോട്ടം സർഫസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഗ്രൂവിൽ, അതായത് വി ഗ്രൂവ് ആണ്, വി ഗ്രൂവിലുള്ള പുള്ളിയായിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ ആ വി ഗ്രൂവില് ഇതിന്റെ ബോട്ടം സർഫസിൽ ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. ഇപ്പൊ ഇതാണ് പുള്ളിയുടെ ഗ്രൂവ് എങ്കിൽ അവിടെ ഇങ്ങനെ ആയിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്. ഇത്രയും പോർഷനിലേ വന്ന് എന്ത് ചെയ്യത്തുള്ളൂ, ടച്ച് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ബോട്ടം സർഫസിൽ ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. അതുപോലെ ഇത് റബ്ബർ അല്ലെങ്കിൽ ഫാബ്രിക് ഒക്കെ കൊണ്ടാണ് ഇത് സാധാരണ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇതിന്റെ ഗ്രൂവ് ആംഗിൾ, അതായത് വി ബെൽറ്റിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ്. ഇത് PSCയിൽ ചോദിച്ചിട്ടുണ്ട്, 40 ഡിഗ്രി ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 40 ഡിഗ്രി ഓപ്ഷനിലുണ്ടെങ്കിൽ 40 ഡിഗ്രി നമുക്ക് ചൂസ് ചെയ്യാം. 30 മുതൽ 40 ഡിഗ്രി വരെയാണ് ഇതിന്റെ ഗ്രൂവ് ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഗ്രൂവ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി വി ബെൽറ്റ് പ്രിഫർ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെഡ്ജ് പോലെയാണ്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ വി ഗ്രൂവിനകത്ത് ഒരു വെഡ്ജ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ പവർ ട്രാൻസ്മിഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാം, ഈ ഒരു ബെൽറ്റ് ഡ്രൈവ്. ഇപ്പോൾ വി ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ ഫ്ലാറ്റ് ബെൽറ്റിനെക്കാട്ടിലും സ്ലിപ്പേജ് കുറവാണ്. സ്ലിപ്പേജ് കുറവാണെന്ന് പറയാൻ കാര്യം ഇതിന്റെ പുള്ളി എന്ന് പറയുന്നത്, ഇതിന്റെ പുള്ളിയിൽ ഗ്രൂവുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഗ്രൂവിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൽറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലിപ്പേജ് നമുക്ക് ഓൾമോസ്റ്റ് കമ്പയർ ടു ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പം ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലിതാ ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് പുള്ളിയുടെ സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബെൽറ്റ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും.
ഇനി വി ബെൽറ്റിന്റെ കേസ് വരുമ്പോൾ ഇത് വി ഷേപ്ഡ് ഗ്രൂവ് ആയിരിക്കും. അതിന്റെ ബോട്ടം സർഫസിൽ എന്ത് ടച്ച് ചെയ്യുന്നില്ല, ഈ വി ബെൽറ്റിന്റെ ബോട്ടം സർഫസ് ടച്ച് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇതൊരു ഈ ഒരു ഗ്രൂവിനകത്തൊരു വെഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ഒരു വെഡ്ജ്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇത് അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ട്രാൻസ്മിഷൻ, ഹൈ പവർ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സെന്റർ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ വി ബെൽറ്റ് പ്രിഫർ ചെയ്യുന്നത്. പിന്നുള്ളത് റോപ്പാണ്. റോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വെരി ലോങ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യേണ്ടിടത്താണ് നമ്മൾ റോപ്പ് യൂസ് ചെയ്യുന്നത്. സാധാരണ റോപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഏതായിരിക്കും, മെറ്റാലിക് ആയിട്ടുള്ള റോപ്പ് ആയിരിക്കും നമ്മൾ സാധാരണ റോപ്പ് ഡ്രൈവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റോപ്പ് ഡ്രൈവ് നമുക്കറിയാം ക്രെയിൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, അതായത് ലോഡ്സ് ലിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് കൂടുതലായിട്ടും റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. എസ്കലേറ്ററുകൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. മെഷീനറീസിൽ വളരെ കുറവാണ് റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. മെഷീനറീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഏത് തന്നെയായിരിക്കും, ബെൽറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ്. ഇനി വി ബെൽറ്റിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് വി ബെൽറ്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്യുപൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. സ്ലിപ്പ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ആണ്. ലോങ്ങർ ലൈഫ് ആയിരിക്കും. ക്യാൻ ബി ഈസിലി ഇൻസ്റ്റാൾഡ് ആൻഡ് റിമൂവ്ഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ, കാരണം ഫ്ലാറ്റ് ബെൽറ്റിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്ലിപ്പായി പോകാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഈ ഒരു കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് ഈ ഒരു ഗ്രൂവിനകത്തേക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോയ്സ്ലെസ് ആയിരിക്കും. കുറച്ച് നോയ്സ്ലെസ് എന്നല്ല, നോയ്സ് വളരെ കുറവായിരിക്കും. ഹൈ പവർ ട്രാൻസ്മിഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഹൈ വെലോസിറ്റി റേഷ്യോയും പോസിബിൾ ആണ്. ഇപ്പൊ ഇവിടെ സ്ലിപ്പേജ് കുറച്ച് കുറവായതുകൊണ്ട് വെലോസിറ്റി റേഷ്യോ കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലേ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഡ്യൂറബിലിറ്റി, അതായത് ഇപ്പൊ ഇതില് വി ബെൽറ്റിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗറിൽ എത്ര ബെൽറ്റ് ഉണ്ട്, 3 ബെൽറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഈ 3 ബെൽറ്റുകൾ ഇതിൽ ഏതെങ്കിലും ഒരു ബെൽറ്റ് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. ഒരു ബെൽറ്റ് പൊട്ടിപ്പോയി. ഒരു ബെൽറ്റ് പൊട്ടിയാൽ ആ ഒരു ബെൽറ്റ് മാത്രമാണോ മാറ്റേണ്ടത് അതോ 3 ബെൽറ്റും മാറ്റണം? അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ ഈ ഫിഗറിൽ 3 ബെൽറ്റുകളുണ്ട്. അപ്പൊ അതില് ഒരു ബെൽറ്റ് പൊട്ടിപ്പോയി, ബാക്കി 2 അവിടെ നിർത്തിക്കൊണ്ട് 3ാമത്തെ ആ ഒരു പൊട്ടിയ ബെൽറ്റ് മാത്രം മാറ്റിയാൽ മതിയോ അതോ 3 മാറ്റണോ? ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ ഒരു ഇത് വരിക? ആർക്കെങ്കിലും പറയാമോ? 3 ബെൽറ്റും മാറ്റണം. കാരണം എന്താണെന്ന് പറയാമോ? അതിന്റെ ഫ്രിക്ഷൻ ഓരോന്നിനും പിന്നെ വ്യത്യാസം വരും. കാരണം സിംപ്ലി ഇത്രേ ഉള്ളൂ. ഇപ്പോ ഈ ബെൽറ്റ് പൊട്ടുക എന്ന് പറയുന്നത് ആ ബെൽറ്റ് ഫെയില്യൂറിലേക്കാകണം. അപ്പൊ അതിനകത്തേക്ക് ഒരു ഫെയില്യൂർ സ്ട്രെസ്, നമ്മള് സ്ട്രെസ്സുകളെയൊക്കെ പറ്റി നമുക്കറിയാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഇന്റേണൽ ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ബെൽറ്റും ഒരേപോലെ കറങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഫെയില്യൂർ സ്ട്രെസ് അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള 2ലും എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഫെയില്യൂർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിയില്ല. അത് വെച്ച് തന്നെ പിന്നെയും നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? മറ്റേതും പൊട്ടിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ബെൽറ്റ് ഫെയില്യൂർ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് മാറേണ്ടി വരും. അതാണ് വി ബെൽറ്റിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് പുള്ളി ഈസ് കോംപ്ലിക്കേറ്റഡ്. കാരണം ഇവിടെ ഗ്രൂവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ടെമ്പറേച്ചർ ചേഞ്ചസ് മേ ഇൻഫ്ലുവൻസ് വെലോസിറ്റി റേഷ്യോ ആൻഡ് ലൈഫ്. അപ്പൊ ഇവിടെ ഈ ഗ്രൂവിനകത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്രിക്ഷൻ ഇത് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ ടെമ്പറേച്ചർ ചേഞ്ച്
ഇതിന്റെ വെലോസിറ്റി റേഷ്യോയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് വി ബെൽറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്ത ഡ്രൈവ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ പിന്നുള്ളത് റോപ്പ് ഡ്രൈവ് ആണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.